ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ആന്ധ്ര കിങ് താലൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഓവർസീസ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് പ്രത്യേക സിനിമാസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ രാംചന്ദ്ര പെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇനി റിലീസാകും 300 ദിവസമുള്ള അപ്പോൾ 300 days എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ടീസർ ഇന്ന് 4:00 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ജൂൺ 12 റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മന്ത് ഓഫ് വീരമല്ലു ബിഗിൻസ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ സറണ്ടർ എന്ന് പറഞ്ഞിടത്തിന്റെ ടീസർ 1 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞിടത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വന്നു. പിന്നെ ബേബി എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ അടുത്ത പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അടുത്തായിട്ട് വരാൻ പോകുന്ന പടത്തിന്റെ ടൈറ്റിലും ഗ്ലിംസും 5:35 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ ശ്രീഗൗരി പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നായിക എത്തുന്നത്. കിരൺ അബവരാമാണ് നായകനായിരുന്നത്. പിന്നെ ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ജൂൺ 6 എന്തായാലും ഇതിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ 3 വാക്ക് എന്ന് പറഞ്ഞിട്ട് പടം പുറത്തിറങ്ങിയത് ലിജോ ജോസ് വിലിശേരി പ്രസന്റ് ചെയ്യുന്ന പടം. എന്തായാലും ആ പടത്തിന് നല്ല അഭിപ്രായമാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഘാട്ടി എന്ന് പറഞ്ഞിടത്തിന്റെ ഒരു അപ്ഡേറ്റ് ഇന്ന് 3:33 പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് ഈ പടത്തിന്റെ ഒരു റിലീസ് ഡേറ്റ് അറിയിച്ചുകൊണ്ടുള്ള അപ്ഡേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ പൃഥ്വിരാജിന്റെ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ഡേറ്റ് ഓണത്തിനായിരുന്നു പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓണത്തിനായിരിക്കില്ല, കുറച്ചുകൂടി നീളും എന്നുള്ള രീതിയിലാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ടറിയാം, ഈ വർഷം തന്നെ പടം ഇറങ്ങുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. പിന്നെ പൃഥ്വിരാജിന്റെ കുറേ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് കാലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഇവിടത്തിന്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഓഗസ്റ്റ് മുതൽ തുടങ്ങുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പൃഥ്വിരാജ് പെടാത്ത ഭാഗങ്ങളൊക്കെ ഈ വർഷം തന്നെ ഷൂട്ട് തുടങ്ങുന്നുള്ളതും കേൾക്കുന്നുണ്ട്. പൃഥ്വിരാജ് മിക്കവാറും ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത് അടുത്ത വർഷം. എന്തായാലും ഓഗസ്റ്റോട് കൂടിയിട്ട് ഈ പടം ഓണാവുകയാണ്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞിടത്തിന്റെ കേരളത്തിലത്തെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അതേമാതിരി വേൾഡ് വൈഡ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ചിലയിടത്തൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല, അതൊക്കെ ഓപ്പൺ ആയി വന്നോളൂ. എന്തായാലും ഇപ്പോഴത്തെ ഇത് അനുസരിച്ചിട്ട് വേൾഡ് വൈഡിൽ പ്രീ സെയിൽസിലൂടെ മാത്രം 8 കോടി കടന്നിട്ടുണ്ട് പടത്തിന്റെ കളക്ഷൻ. പിന്നെ പടത്തിലത്തെ വിൻവെളി നായക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ധനുഷിന്റെ കുബേര എന്ന് പറഞ്ഞിടത്തിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ ധനുഷൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ രശ്മികാന്താണ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ നാഗാർജുന വന്നിട്ടുണ്ട്, ആളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഈ പടത്തിന്റെ ജേണർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ത്രില്ലർ ആയിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും കണ്ടറിയാൻ അങ്ങനെ ഉണ്ടാവും പടം എന്നുള്ളത്. പിന്നെ ധനുഷിന്റെ വെട്ടിമാരുടെ പടമായിരുന്നു വടച്ചനെ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഇവിടത്തിന്റെ 2 ഭാഗം ഉണ്ട് എന്നുള്ള ഓൾറെഡി അനൗൺസ് ചെയ്താണ്, കുറേ ആയിട്ട് വന്നിട്ടൊന്നുമില്ല. എന്തായാലും ഇവിടത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത് 2026. അത് ഏകദേശം ധനുഷിനെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും 2027 പടം വരുന്നു പ്രതീക്ഷിക്കാം. പിന്നെ നെയ്യുമ്പോൾ അഖിൽ സത്യം പടം അവിടത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ആവുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ക്ലാക്ക് ബോർഡിന്റെ ഫോട്ടോ ആണ്. പിന്നെ ഈ പടത്തിൽ അജു വർഗീസും നെയ്യുമ്പോളി കോമ്പോ വീണ്ടും തിരിച്ചു വരികയാണ്. എന്തായാലും ഗംഭീരമാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ജയസ്കെ എന്ന് പറഞ്ഞിട്ടുള്ള ജാനകി വിഎസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പടം. സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. എന്തായാലും ഈ പടത്തിന്റെ റിലീസ് ജൂൺ 20 എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. നല്ല പടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രഭാസിനെ വെച്ചിട്ട് ലോകശനരാജ് ഒരു പടം എടുക്കുന്ന രീതിയിൽ കേട്ടിരുന്നു. ആ പടം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ലോകശനരാജൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിനായിട്ടൊരു 3-4 പ്രൊഡ്യൂസേഴ്സ് ആളുടെ കൂടെ നടക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എപ്പോഴും സെറ്റാവും, എങ്ങനെ സെറ്റാവും എന്നുള്ളതൊന്നും അറിയില്ല. സെറ്റായി കഴിഞ്ഞാൽ എന്തായാലും ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും. എന്തായാലും ഗംഭീര പടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചെയ്യാൻ സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.